ഹലോ, വെൽക്കം ടു റിയാലിറ്റി ചെക്ക് വിത്ത് ഫൗസി. ഞാൻ ഫൗസി. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, നോമ്പുതുറ വ്ളോഗാണ്. സോ ഗായ്സ്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ അമർത്തുക. ജസ്റ്റ് ആ ഫുൾ വ്ളോഗ് കണ്ടിട്ട്. ഹലോ, എനിക്ക് കുറേ ആയിട്ട് PM ഡ്യൂട്ടി ആയിരുന്നു. ഇന്നൊരു ഓഫാണ്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോയി നോയമ്പ് തുറക്കാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ റെഡിയായിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ മക്കയിലാണ്, സൗദിയിൽ. സോ ഇവിടെ അബായ നിർബന്ധമാണ്. അതെൻ്റെ ഫ്രണ്ട്. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ഏറെ നടന്ന് വേണം സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ പോകാൻ. അത് കഴിയുമ്പോൾ മെയിൻ റോഡാണ്. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. കുറച്ചേറെ നടക്കാനുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അതോ ആ കാണുന്നതാണ് മെയിൻ റോഡ്. നമ്മുടെ വ്യൂ ഒക്കെ ഇതാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ റോഡിലെത്തി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി നമ്മളിവിടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കറിയില്ലായിരുന്നു യൂട്യൂബിന് വേണ്ടി ഫോൺ ചരിച്ച് വെച്ച് വേണം വീഡിയോ എടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമുക്ക് ടാക്സി വന്നു. നമ്മളപ്പം അവൾ ടാക്സിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പറഞ്ഞു കൊടുക്കുകയാണ് എവിടെയാണ് പോകേണ്ടതെന്നും സ്ഥലമൊന്നും. ബട്ട് ആ ബയ്യയ്ക്ക് മനസ്സിലായില്ല. പിന്നെ അവൾ അറബിയിൽ സംസാരിക്കുകയാണ്. ആദ്യം നമുക്ക് ബാർഗെയിൻ ചെയ്യണം. ബയ്യ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ 10 റിയാൽ പറഞ്ഞപ്പോൾ പിന്നെ സമ്മതിച്ച് വന്നോളാൻ പറഞ്ഞു. കാരണം ഇവിടെ അടുത്താണ്, ഒരുപാട് യാത്രയൊന്നുമില്ല. ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ടാക്സി. ഇവിടെ ബസ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈ ടാക്സിക്കാരൊക്കെ നല്ല പൈസ വാങ്ങും. ബട്ട് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഡിസ്റ്റൻസേ കാണത്തുള്ളൂ. എന്തോ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ് പാഞ്ഞൂർ, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. കേരള ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഭയങ്കര റഷാന്ന് തോന്നുന്നു. നോക്ക് എന്തോരം ആൾക്കാരാ. ഇത് കുറേ നാളിൽ അടച്ചിട്ടേക്കുമായിരുന്നു. ഇതിപ്പോഴാണ് വീണ്ടും അവർ റീഓപ്പൺ ചെയ്തത്. അകത്ത് കയറിയപ്പോൾ ഇതാണ്ട് അവരുടെ ഓഫറൊക്കെ, അവർക്ക് നല്ല ഓഫറുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയപ്പോൾ ഇതാണ്ട് ബൊഫേ സിസ്റ്റവും. ഭയങ്കര റഷാണ്. ഇതാണ് അവരുടെ ഇഫ്താർ കോംബോ. നമ്മൾ സീറ്റ് പിടിച്ചു. നമുക്ക് വേണ്ട അവരിങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇഫ്താർ കോംബോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇഫ്താർ കോംബോയും പിന്നെ ഒരു ജ്യൂസും ഒരു പായസം പോലൊരു നമ്മുടെ കേസരി ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ഒരു സാധനം അവർ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ കാണിച്ചു തരാം അതെന്തൊക്കെയാണെന്ന്. അത് ഞാൻ പൊട്ടിച്ചിട്ട് നോക്കിക്കോ. അതിനകത്തൊരു ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം. 2 സമൂസ, ഒരു തണ്ണിമത്തൻ, പിന്നെ എന്തോ 2 സാധനങ്ങൾ, പിന്നെ ഈന്തപ്പഴമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ വാങ്ങു വിളിച്ചോ എന്ന്. എല്ലാവരും ഫോണിൽ വാങ്ങിയിട്ടേക്കുന്നതുകൊണ്ട് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഈന്തപ്പഴവും കയ്യിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് വാങ്ങി വിളിക്കുന്നത് നോയമ്പ് മുറിക്കാനെന്നും പറഞ്ഞ്. ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ് വാങ്ങി വിളിച്ചോ എന്ന്. ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് എടി ഇതെൻ്റെ വാങ്ങി വിളിച്ചെന്ന്. അപ്പോൾ പിന്നെ ഞാൻ നോയമ്പ് തുറക്കാനുള്ള ഒരിതിൽ ഇരിക്കുകയാണേ. ദേണ്ടേ ഇപ്പം വാങ്ങി വിളിക്കും. ഇപ്പം ഞാൻ നോയമ്പ് മുറിക്കും. അതേണ്ട വാങ്ങി വിളിച്ചു. അപ്പം ഞാൻ നീയത്തൊക്കെ പറഞ്ഞ് നോയമ്പ് മുറിക്കുകയാണേ. ബിസ്മില്ലാ. നമ്മൾ ഈന്തപ്പഴം ഈന്തപ്പഴം വെച്ചല്ലേ നോയമ്പ് മുറിക്കുന്നത് ഫസ്റ്റ്. സോ ഞാനങ്ങനെ ഈന്തപ്പഴം കഴിച്ചു. ഈന്തപ്പഴം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഫുൾ അങ്ങോട്ട് കഴിക്കാൻ. പക്ഷേ ഇല്ലേ, എന്താണെന്നറിയത്തില്ല, നോയമ്പ് ഭയങ്കര ടയേർഡാണ്. നമ്മളൊന്നും ചെയ്യാതിരുന്നാലും ടയേർഡാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഭയങ്കര ടയേർഡാണ്. അതും ഭയങ്കര ക്ഷീണമാണ്. പിന്നെ ഈ ഈന്തപ്പഴവും കഴിച്ച് ആ ഒരു വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശപ്പും അങ്ങ് മാറും. അതിന് മുമ്പ് ഭയങ്കരമാണ് കഴിക്കണമെന്ന്. പക്ഷേ നോയമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. വീട്ടിലാണെങ്കിൽ രസമല്ലേ എല്ലാവരും കൂടി ഇരുന്ന് നോയമ്പൊക്കെ മുറിക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ വീട്ടിലല്ലല്ലോ, നമ്മൾ പുറത്തല്ലേ. പക്ഷേ ഇവർ കുറേ നാളിന് ശേഷം ഈ കട തുറന്നതാട്ടോ. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഫുഡും ഫസ്റ്റാണ്. ഞാൻ വിചാരിച്ചു എന്നും PM ഡ്യൂട്ടി അല്ലേ, എന്നും മെസ്സിലെ ഫുഡല്ലേ കഴിക്കുന്നത്, ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്നും പറഞ്ഞ് വന്നേ. പക്ഷെ നമുക്കിങ്ങനെ ഇഫ്താർ കോംബോ ആയിട്ടൊക്കെ തരുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇവിടെ നോയമ്പൊക്കെ തുറന്ന അവർ ഫുഡൊക്കെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ബൊഫേ സിസ്റ്റം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ബൊഫേ സിസ്റ്റമാണേ. ഞാൻ വേണ്ട പയ്യെ ഈ സ്നാക്സൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ അവിടെ നോക്കുകയാണ്. അവിടെ ആൾ കുറവാണെങ്കിൽ ഫുഡ് പോയി എടുക്കാൻ. അവിടെ ഇങ്ങനെ ബൊഫേ സിസ്റ്റം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആൾ കുറവാണെങ്കിൽ എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ പക്കോട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താ സാധനമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് നോയമ്പ് പറഞ്ഞിട്ടില്ല. പുള്ളിയും കൂടെ ഇരുത്തി നമ്മൾ നോയമ്പ് ഉറപ്പിച്ചിട്ടിങ്ങനെ പുള്ളിയോട് ചോദിക്കുമായിരുന്നു ഇവിടുത്തെ പ്രൈസൊക്കെ എങ്ങനെയാണെന്ന്. വന്ന് തിന്നാണല്ലോ, പൈസയും കൂടെ അറിയണമല്ലോ. അവസാനം 1 കോടിയൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ.
പിന്നാണെങ്കിൽ വീഡിയോ ഞാൻ ഇങ്ങനെ നോക്കണം അവിടെ ആൾ കുറഞ്ഞെങ്കിൽ പോയി എടുക്കാൻ എന്തോ ഒരു എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂട്ടുകാരിക്ക് വിശക്കുന്നുണ്ടേ. അപ്പം അവൾ നമ്മുടെ മലയാളി അല്ല കേട്ടോ, അവൾക്ക് മലയാളം മനസ്സിലാവത്തില്ല. അതല്ല അവൾക്ക് ഈ മലയാളീസ് ഉള്ളിടത്ത് വരാനും അവൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ടേ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ കൂടെ വരുമ്പം ഞാനാണ് ഇനിഷ്യേറ്റ് എടുത്ത് എല്ലാം ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഫുള്ള് ഇത് മലയാളീസിൻ്റെയാണ്, കേരള റെസ്റ്റോറൻ്റാണ്. ഇവിടെ മൊത്തം മലയാളീസൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്, നമ്മൾ കഴിച്ച് കഴിഞ്ഞ് കണ്ടോ. പിന്നെ ഈ കേസരി പോലത്തെ ഒരു സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല തരിക്കഞ്ഞിയാണോ എന്നും അറിയില്ല. ഞാനിത് നല്ലതാണെന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞ് നല്ലതാണെന്ന്. അപ്പം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇത് തരിക്കഞ്ഞി പോലത്തെ ഒരു സാധനമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ നൊയമ്പിന് നമ്മുടെ നാട്ടിൽ നൊയമ്പിന് ഇതുണ്ടല്ലോ, ഇതില്ലാതെ നമുക്കൊരു പരിപാടി ഇല്ലല്ലോ അല്ലേ. ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനും അവളും, എപ്പോൾ ഫുഡ് എടുക്കണമെന്ന് നോക്കിയിരിക്കുകയാണ്. എന്താ ചെയ്യുകയല്ലേ, അവിടെ ഭയങ്കര ക്യൂ ആണ്. അവരെല്ലാം ഒന്ന് ഒതുങ്ങിയാലല്ലേ എനിക്ക് വീഡിയോ എടുത്ത് എല്ലാം നിങ്ങളെ കാണിക്കാനും പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ കൂട്ടുകാരിയോട് ഇരുന്ന്, അവളുടെ പേര് മണാൽ കേട്ടോ, അവളോട് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇങ്ങനെ ഇരുന്ന് അതും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ഗൈസ് ദേ അവിടെ ആൾ കുറഞ്ഞു. നമുക്കിനി കാണിച്ചു തരാം അവരുടെ സിസ്റ്റം എന്തൊക്കെയാണ്. ഇങ്ങനെ ബൊഫേ സിസ്റ്റമായിട്ടാണ്, ഇതെല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ പ്ലേറ്റ് എടുത്ത് ഞാനും കുറച്ച് ക്യൂവിൽ നിന്ന് ഫസ്റ്റ് പപ്പടമുണ്ട്, ബിരിയാണി ഉണ്ട്, അതിൻ്റെ പപ്പടം. ഈ അപ്പമൊക്കെ ഞാൻ കുറേ നാളിന് ശേഷം കഴിക്കുന്നത്. നൈസപ്പം, കുറുമ, നല്ല ഫുഡാണ്. ബീഫൊക്കെ തീർന്ന്, ചിക്കൻ, പിന്നെ ബിരിയാണി എല്ലാം ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ നല്ലതാണ്. ഞാൻ 2 അപ്പവും ബിരിയാണിയും ഇതും എടുത്ത് എന്നിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു. അവൾ ഇത് തന്നെ എടുത്ത കേട്ടോ. ഞാൻ ഒരപ്പം എടുത്തു, അപ്പവും ബീഫും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനാണ്. കുറേ ആയില്ലേ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട്. സോ ഞാൻ ഇങ്ങനെ അപ്പവും ബീഫും എങ്ങനെ ഇരിക്കുമെന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുറേ ആയി നല്ല ഫുഡ് കഴിച്ചിട്ട്. ഈ പാഞ്ഞൂരാണ് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ്. അവർ പൂട്ടിയതിന് ശേഷം നമ്മളങ്ങനെ അധികം പുറത്തു പോകാറില്ല. അല്ലാതെ ഈ റെസ്റ്റോറൻറ്റ് ഉള്ള സമയത്ത് എപ്പോഴും ഇവിടെ പോകുമായിരുന്നു. എന്താണല്ലേ ഇങ്ങനെ നമ്മൾ ബിരിയാണി, പക്ഷേ ഇവരുടെ ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചായ അത് നിർബന്ധമാണ്. ചായ ഇല്ലാതെ ഒരു നൊയമ്പും ഇല്ല. ഞാൻ ഒരു ദിവസമൊക്കെ എന്തോരം ചായ കുടിക്കുമെന്ന് അറിയുമോ. നിങ്ങൾക്ക് ആ ചായ കുടിക്കുമ്പോൾ എൻ്റെ ആ സന്തോഷമോ അല്ലാ സുക്കൂൻ, അതൊരു അനദർ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ്. ചായ ഈസ് ഓൾ ടൈം മൈ ഫേവറേറ്റ്. ചായ ഇല്ലാതെ ഫൗസി ഇല്ലെന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത്. എന്നെ ആർക്കെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ചായ തന്നിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. ചായ വാവ്. അതിനുശേഷം നമ്മൾ നിസ്കരിക്കാൻ പോയി. ഇത് അവരുടെ അവരുടെ പ്രെയർ ഹോളാട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു VIP റൂം ഉണ്ടായിരുന്നു. ഞാനും അവളും നിസ്കരിച്ചു. അതിനുശേഷം ഞങ്ങൾ 2 ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ഇവരുടെ ആംബിയൻസ് അടിപൊളിയാട്ടോ. ഇവരുടെ ഇൻറ്റീരിയറിൽ ആംബിയൻസ് അതെല്ലാം അടിപൊളിയാട്ടോ. പിന്നെ നമ്മൾ ദാണ്ട് ഫുഡ് കഴിച്ച് താഴെ പോവാണ്. അവരുടെ ആ ഇൻറ്റീരിയർ വർക്ക് അടിപൊളിയാണ്. പിന്നെ ഇത് ഇവരുടെ കരക്ക് ഔട്ട് സൈഡിൽ ഇവരുടെ തന്നെ ഒരു ഷോപ്പാണ്. കരക്കിൽ ഇവർ നേരത്തെ ഇവിടെ ചായ മാത്രമേ ഉള്ളായിരുന്നു. ഇതിപ്പം എനിക്കൊന്ന് കരക്കെന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ് എടുത്ത് ഇവർ ജസ്റ്റ് നടത്തുകയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാം കിട്ടും, കുലുക്കി സർബത്ത് അതും ഇതും എല്ലാം കിട്ടും. ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. പിന്നെ ഇവരുടെ ആംബിയൻസ്, ലൈറ്റിങ്, ഓഫ് കോഴ്സ് റമദാനാണ്. അതൊക്കെ നല്ലതാണ്, നല്ല രസമുണ്ട് കേട്ടോ. എനിക്കെല്ലാം ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് നൈറ്റിന് പോകണേ. അതിന് ശേഷം എന്തെങ്കിലും ഞാൻ അവിടെ നിന്നൊരു ജ്യൂസും വാങ്ങിച്ച് ടാക്സി വിളിച്ച് ബാക്ക് ടു ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ കരയ്ക്ക് നിന്നൊരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അല്ലല്ലോ എന്തായാലും സർബത്തും വാങ്ങിച്ച് അതും കഴിച്ചിട്ട് നമ്മളിങ്ങനെ അത് കഴിച്ചില്ല കേട്ടോ, കയ്യിലിരിപ്പുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ എൻ്റെ ഹോസ്റ്റലിലെത്തി. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ, ഇതാണ് എൻ്റെ വീട്. ആയിരിക്കുന്ന പാക്കറ്റ് എൻ്റെ കേട്ടോ. ഇതാണ് കരക്കിന്ന് വാങ്ങിച്ച ആ സർബത്ത്. അത് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൊള്ളാം, നല്ല സാധനം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. ഞാൻ ആദ്യമായിട്ട് അവരുടെ വേറൊരു ചായ അല്ലാതെ വേറൊരു സാധനം ട്രൈ ചെയ്യുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വന്ന് ഡ്രസ്സ് മാറി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണാം.